ഹായ് അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെ എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വെപ്രാളം പിടിച്ചൊരു ദിവസമാണ് കേട്ടോ. ഒന്ന് നമ്മളെ സ്റ്റോക്ക് റൂമിൽ കുറച്ച് പണിയുണ്ടേനും അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആക്കണം കേട്ടോ വീട്ടിലേക്ക് എത്തിയപ്പോൾ. അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയമാകുമ്പോഴത്തേനും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ഇന്ന് ഇതാ ഞാൻ പത്തിരിക്ക് പൊടി വാട്ടിയതാണ് കേട്ടോ. പിന്നെ പത്തിരി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ വിചാരിച്ച് ചിക്കനും പിടി ഉണ്ടല്ലോ അതാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ എന്തായാലും പൊടി അവിടെ വാട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചിക്കനും ഉണ്ടേനി. അപ്പം ചിക്കൻ കറി പത്തിരി ഉണ്ടാക്കാമെന്നാണ് ആദ്യം വിചാരിച്ചത്. അപ്പോൾ എന്തായാലും നമുക്ക് ചിക്കനും പിടി ആക്കാം കേട്ടോ. അപ്പോൾ പൊടി വാട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ നമ്മളെ ചെറിയ കുക്കർ എടുത്തിട്ട് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കുക്കർ നമുക്ക് ഇപ്രാവശ്യം ഇൻഡസ് വാലിയിൽ നിന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടിയ കുക്കറാണ് കേട്ടോ. കാണുമ്പം ചെറിയ കുക്കറാണെന്ന് തോന്നും, പക്ഷേ അത്യാവശ്യം കറിയൊക്കെ ഇതിൽ കൊള്ളൂ കേട്ടോ. പിന്നെ 2 ലിറ്ററിൻ്റെ കുക്കറാണ്. എനിക്കിങ്ങനെ വട്ടമുള്ള കുക്കർ നല്ല ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ചിക്കൻ കറി ഇതിലാക്കാമെന്ന് വിചാരിച്ച് ഞാൻ ആ കുക്കറൊക്കെ അടുപ്പത്ത് വെച്ചേക്ക് എണ്ണയ്ക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ 2 സവാള അവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിലും അതും ചേർത്ത് കൊടുത്തു. ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സവാള ഒന്ന് വഴറ്റിയെടുക്കാം. കുക്കറിലാവുമ്പോൾ എന്താ പറയുക പെട്ടെന്നാവും കേട്ടോ കറി. അടുപ്പ് കത്തിക്കാനൊന്നും പോകേണ്ട ആവശ്യമില്ല. അടുപ്പ് കത്തിക്കണേന് കുഴപ്പമുണ്ടായിട്ടില്ല, പക്ഷേ തീ ഇങ്ങനെ കത്തിച്ചുകൊണ്ട് നിൽക്കണം, പെട്ടെന്നാവില്ല. ഇന്നിപ്പോൾ ഒരു 4:30 കഴിക്കണം കേട്ടോ ഞാൻ കിച്ചണിക്ക് വന്നപ്പോൾ. അപ്പോൾ സവാളയൊക്കെ വഴറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട്, അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയ തീയിലിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ സവാളയൊക്കെ ഒരുവിധം വഴന്ന് വന്നിട്ടുണ്ട്. പിന്നെ അതിക്ക് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു. അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒന്ന് വഴന്ന് വരട്ടെ. പിന്നെ ഇന്നലെ നമ്മൾ മന്തിൻ്റെ റെസിപ്പി കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഒരുപാട് കൂട്ടുകാർ നല്ല നല്ല കമൻസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിന് കേട്ടോ. കണ്ടാലേ അറിയാം നല്ല ടേസ്റ്റാണെന്നൊക്കെ പറഞ്ഞിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ മന്തി ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് കേട്ടോ. നല്ല ടേസ്റ്റുള്ള മന്തിയാണ്. അപ്പോൾ സവാളയൊക്കെ ഇവിടെ വഴന്ന് വന്നിട്ടുണ്ടായിന്. പിന്നെ അതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അതേപോലെ തന്നെ വലിയ ജീരകത്തിൻ്റെ പൊടി, പിന്നെ ഗരം മസാല, കുരുമുളക് പൊടി, ചിക്കൻ മസാല അതൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ നോർമലായിട്ടുള്ള ഈ ഒരു മസാല തന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് ഇതാ ആ ഒരു പൊടിയുള്ള പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചിക്കനൊക്കെ കഴുകി വെച്ചിട്ടുണ്ടേനി കേട്ടോ. ഇന്നലെ മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ചിക്കനേനും അപ്പോൾ അതിന് 2 പീസ് ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടേനും. അത് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാട്ടോ ഒന്ന് കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ മസാലപ്പൊടികളൊക്കെ ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഒരു തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ടേനും അതും അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ തക്കാളി ഒന്ന് ഇങ്ങോട്ട് വെന്ത് ഉടഞ്ഞു വരണമല്ലോ. അപ്പോൾ കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം കേട്ടോ. ഇനി നമുക്ക് പൊടി കുഴച്ചെടുക്കണം. പൊടി വാട്ടി വെച്ചിട്ടുള്ളേനി കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം ചൂടാറിയിട്ടുണ്ട്. ചൂടോട് കൂടിയിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഷീറ്റ് ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ട് അതിലിട്ടിട്ട് കുഴച്ചെടുത്താൽ മതി കേട്ടോ, പെട്ടെന്നാവും. ഇതിപ്പോൾ ചൂടാറിയിട്ടോ, കുറച്ച് നല്ലോണം ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൈ കൊണ്ട് കുഴച്ചെടുക്കണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ കൈമ കുറച്ച് വെള്ളമൊക്കെ നനച്ചാണ്ട് അത് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഒന്നും കൂടെ കുഴക്കാണ്ട്. അപ്പോൾ തന്നെ തക്കാളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ പിന്നെ കുക്കർ അടച്ച് വെച്ചാൽ പിന്നെ അത് അവിടെ കടന്നിട്ട് വന്നോളും. അപ്പോൾ അത് വേവുമ്പോഴത്തേന് പിന്നെ നമുക്ക് പിടിയും റെഡിയാക്കി എടുക്കാം. ചിക്കനും പിടിയൊക്കെ ഉണ്ടാക്കാൻ എന്താ പറയുക, ഈ പിടി ഉണ്ടാക്കാനാണ് കുറച്ച് ടൈം എടുക്കുക. ചെറിയ കുഞ്ഞു പിടിയാക്കിയിട്ട് ഉണ്ടാക്കണ്ടേ. തിന്നുമ്പോഴൊക്കെ നല്ല രസമായിക്കാരം, പക്ഷേ ആ പിടി ഉണ്ടാക്കുമ്പോൾ ഒരു പിരാന്താട്ടോ. പിന്നെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളൊക്കെ വിളിച്ചാൽ മതി. അവർക്കാണെങ്കിൽ ഇഷ്ടമാണല്ലോ ഈ പത്തിരിപ്പൊടിയിലൊക്കെ പത്തിരി മാവൊക്കെ കയ്യിലിട്ട് ഉരുട്ടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടുത്തെ മക്കൾക്കൊക്കെ അങ്ങനെയാണ് കേട്ടോ. ഓല കൈയൊക്കെ നല്ലോണം കഴുകിച്ചാണ്ടേ ഓലെടുത്ത് കൊടുക്കുകയാണെങ്കിൽ ഓര് ചെയ്ത് തന്നോളും. അപ്പോൾ ഇതാ നമ്മൾ പിന്നെ കറിക്കുള്ള ചിക്കനൊക്കെ ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുക്കർ അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി 2-3 വിസിലടിച്ച് കഴിഞ്ഞാൽ കുക്കർ ഓഫ് ചെയ്യുക കേട്ടോ. അപ്പോൾ കറിയൊക്കെ വെന്തിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും അത് അടുപ്പത്ത് വെച്ചു. പിന്നെ അതാ നമ്മളെ പൊടി വീണ്ടും ഞാൻ മാവ് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. പത്തിരിൻ്റെ മാവ് എപ്പോഴും ചൂടോട് കൂടിയിട്ട് കുഴച്ചെടുക്കണം, അപ്പോഴാണ് പെട്ടെന്ന് കുഴഞ്ഞു കിട്ടുള്ളൂ. ഇതിപ്പോൾ കുറച്ച് ചൂടാറിയിട്ടേ നല്ലോണം കുഴച്ചെടുക്കേണ്ടി വന്നു കേട്ടോ. പിന്നെ കയ്യുമ്പോൾ കുറച്ച് ഓയിലൊക്കെ ആക്കി കൊടുത്തത്, അതേപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമ്മളെ വിരലുകൊണ്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പം നല്ല ഒരു ഷേപ്പിൽ കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ ഇതേപോലെ നടുക്കാ കുഴി ഇല്ലെങ്കിൽ വേണ്ട, ഇങ്ങനെ ചെറിയ കുഞ്ഞു പത്തിരി ആക്കിയിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ എടുക്കുക. ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കുക. ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അതുപോലെയാണിത് ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ എൻ്റെ ഐഫക്കുട്ടിയും കൂടിയിട്ടുണ്ടായിന് കേട്ടോ എൻ്റെ ഒപ്പം, അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് തീർന്നു. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിത് അവിടെ ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ടായിന്. ഇനി നമുക്ക് ഈ ഒരു ഹോൾസുള്ള തട്ടുക്ക് ഇത് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ.
എന്നിട്ട് ആവി കയറ്റി വേവിച്ചെടുക്കുകയാണെങ്കിൽ എന്താ അറിയോ ഇതിങ്ങനെ ഒരു ഒട്ടലുണ്ടാവില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇല്ലെങ്കിൽ കേട്ടോ നമ്മൾ ആ ഒരു ചിക്കൻ കറിക്ക് ഇത് ചേർത്ത് കൊടുക്കുമ്പോഴേ ചെറുതായിട്ട് ഇങ്ങനെ ഒട്ടൽ വരും. അപ്പോൾ ഒന്ന് വേവിച്ചിട്ട് ചേർക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഒരു പ്ലേറ്റ് വെച്ച് കൊടുത്തു, അതിൽ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ വേറൊരു പ്ലേറ്റും കൂടെ വെച്ചിട്ട് ബാക്കിയുള്ളത് അയക്കും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനിതിപ്പോൾ പത്തിരിക്ക് ഉണ്ടാക്കിയ മാവേനി കേട്ടോ. പിന്നെ സാധാ പത്തിരി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചതാണ്. പിന്നെയാണ് എനിക്കിങ്ങനെ ഈ ഒരു പിടിയും ചിക്കനും ആക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. അല്ലെങ്കിൽ അതിക്ക് കുറച്ച് തേങ്ങയും നല്ല ജീരകമൊക്കെ ചതച്ച് പിന്നെ അതിക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ചെറിയ ഉള്ളിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടേ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. പക്ഷേ ഞാൻ പത്തിരി ഉണ്ടാക്കിയതാണല്ലോ, അതുകൊണ്ട് അത് ചേർത്തിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ടേനും മസാലപ്പൊടികളൊക്കെ ചേർത്ത് വറുത്തെടുത്തിട്ടുണ്ടേനും. അപ്പോൾ അത് നമുക്ക് ചിക്കൻ കറിക്ക് ഒഴിച്ചു കൊടുക്കണം. നമ്മളെ പിടിയൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ കുക്കറൊക്കെ തുറന്ന് നോക്കിയപ്പോൾ ചിക്കനൊക്കെ വെന്ത് കറിയൊക്കെ ഉഷാറായിട്ടുണ്ട്. പിന്നെ ഞാൻ നല്ല വട്ടമുള്ളൊരു പാത്രത്തേക്ക് ആ ഒരു കറി ഒഴിച്ചു കൊടുത്തിട്ടോ കുക്കറിന്ന്. കുക്കർ ചെറുതല്ലേ, അപ്പോൾ ആ ഒരു പിടിയും കൂടി അതിലിട്ടിട്ട് വേവിച്ചെടുക്കാൻ കഴിയൂല. അപ്പോൾ പിന്നെ ഞാൻ അതേപോലെ വട്ടമുള്ളൊരു പാത്രത്തേക്ക് മാറ്റി. പിന്നെ നമ്മൾ തേങ്ങ വറുത്ത് വെച്ചിനല്ലോ, അത് അരച്ചിട്ട് ആ ഒരു അരപ്പ് പോയി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ജാറ് ചുഴറ്റിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മൾ വറുത്തരച്ച തേങ്ങയൊക്കെ ചേർത്ത് കൊടുക്കണമല്ലോ, അപ്പോൾ ആ ഒരു തേങ്ങയൊക്കെ ഒന്ന് കുക്കായി വരണം. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കറിക്കുള്ള ഉപ്പ് നമ്മൾ നേരത്തെ ചേർത്തിക്കണം. പിന്നെ തേങ്ങ അരച്ചത് ഒഴിച്ചല്ലോ, അപ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ടാവും. അപ്പോൾ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തു. പിന്നെ അങ്ങനെ തിള വരുന്ന സമയത്ത് നമ്മൾ പിന്നെ വേവിച്ച് വെച്ച ആ ഒരു പിടി ഉണ്ടല്ലോ, അതായിക്ക് ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ കാണുമ്പം കുറച്ച് ലൂസായിട്ട് തോന്നും, പക്ഷേ അത് ഈ പിടി ഈ ചിക്കൻ കറിയൊക്കെ ഒന്ന് വലിച്ച് കുടിക്കുമ്പോഴേ ഇത്ര ലൂസ് ഉണ്ടാവില്ല കേട്ടോ, കുറച്ച് ടൈറ്റായിട്ട് വരും. ഇത് ഉണ്ടാക്കാൻ അധികം പണിയൊന്നുമില്ല. ഈ ഒരു കുഞ്ഞിപ്പിടി ഉണ്ടാക്കാനാണ് പണി. അത് ഞാൻ പറഞ്ഞ പോലെ കുട്ടികളെ കയ്യിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഒരു റെഡിയാക്കി തന്നോളും. ഇതൊക്കെ ഉണ്ടാക്കി വന്നാണ്ടല്ലോ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ. ഇവിടെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണിത്. അതേപോലെ എനിക്കും ഇഷ്ടമാണ്. പിന്നെ എപ്പോഴും നമ്മൾ ഉണ്ടാക്കലുമില്ല, പ്രാവശ്യം നോമ്പൊന്നും വന്നിട്ട് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ഇതാക്കി നമ്മൾ. അപ്പോൾ അതാ കുഞ്ഞിപ്പിടിയൊക്കെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. അപ്പോൾ അതാ കണ്ടില്ലേ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി ഒന്ന് തിളക്കട്ടെ. അപ്പോൾ ആ ഒരു കറിയൊക്കെ വറ്റി പിന്നെ നമ്മളെ ചിക്കനും പീടിയൊക്കെ അടിപൊളിയായിട്ട് വരും കേട്ടോ. പിന്നെ ഇത് നമുക്കൊന്ന് തൂമിച്ചെടുക്കും കൂടെ വേണം. ചിക്കനും പിടിയും ബീഫും പിടിയൊക്കെ ഉണ്ടാക്കും. അതേപോലെ കടലക്കറി ഉണ്ടാക്കിയിട്ട് അയക്കും ഇതേപോലെ പിടിയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പോഴും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എന്തായാലും അതൊക്കെ റെഡിയായി ഞാൻ അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ച്. പിന്നെ നമുക്കിതൊന്ന് തൂമിച്ചെടുക്കണം. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു പാനക്ക്. അതേപോലെ കുറച്ച് ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമുക്ക് ഇത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ തേങ്ങാക്കൊത്തൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങാക്കൊത്തൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ആ ഒരു ഉള്ളി മൂപ്പിച്ചിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ. അപ്പോൾ നമുക്ക് എന്നും പത്തിരി ഉണ്ടാക്കുമ്പോൾ ഒരു മടുപ്പാണ്. അതേപോലെ എന്നും വേണ്ടേ, ഇപ്പോൾ നോമ്പല്ലേ, നോമ്പാകുമ്പോൾ എന്തായാലും എന്തെങ്കിലുമൊക്കെ നോമ്പ് തുറക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കണ്ടേ. അപ്പോൾ ഒരു ദിവസം അതേപോലെ ചിക്കനും പീടിയൊക്കെ ഉണ്ടാക്കി വെക്കൊണ്ടിട്ടോ. അപ്പോൾ അധികം ആളുകൾ ഉണ്ടാക്കുന്നത് തന്നെയാണ്. എന്നാലും ചിലപ്പോൾ നമ്മൾ ആരുടെയിലൊക്കെ വീഡിയോ കാണുമ്പം വിചാരിക്കും അന്ന് നമുക്കത് ഉണ്ടാക്കാമെന്ന് വിചാരിക്കും. നമ്മളെ മൈൻഡിൽ ഇങ്ങനെ വരുമല്ലോ. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ടി. അങ്ങനെ ചിക്കനും പിടിയൊക്കെ റെഡിയായി. അപ്പോൾ നമ്മളെ മെയിൻ ഫുഡൊക്കെ റെഡി ആയിട്ടോ. അപ്പോൾ അതവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എന്തെങ്കിലും ജ്യൂസ് ഉണ്ടാക്കണം. അപ്പോൾ ഇന്ന് മഞ്ഞ വത്തക്കയും പിന്നെ ചുമപ്പ് വത്തക്കയൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് പിസ്തയുണ്ട്. അപ്പോൾ നമുക്ക് പിസ്ത വെള്ളം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിനി മക്കൾ. അപ്പോൾ ഇന്ന് അതാണ് കേട്ടോ ഉണ്ടാക്കണത്. അപ്പോൾ ഇത് പാല് മാത്രമല്ല കേട്ടോ, പാലും വെള്ളം കൂടെ കൂട്ടിയിട്ടാണ് ഞാൻ മിക്സിൻ്റെ ജാർക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് പാൽപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു 2 ഏലക്കായൻ്റെ കുരു കൊടുത്തിട്ട് അതുമായിട്ട് ഇട്ട് കൊടുത്തു. കുറച്ച് പിസ്തയും ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് ഇതൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ എന്നും ഒരേ ടേസ്റ്റ് തന്നെ ആകുമ്പോൾ കുട്ടികൾക്ക് ഒരു മടുപ്പേക്കാരോ. അപ്പോൾ ഇടയ്ക്കൊക്കെ അതേപോലെ പിസ്ത അല്ലെങ്കിൽ ബദാമിൻ്റെ എസൻസൊക്കെ ചേർത്താണ്ടൊക്കെ വെള്ളമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും ഞാനിത് അടിച്ചെടുത്ത് കൊണ്ടുവന്നൊരു പാത്രത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് തികയില്ല കേട്ടോ, എല്ലാവർക്കും 2 ഗ്ലാസ് വേണ്ടി വരും വെള്ളം. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ പാലും പഞ്ചസാരയൊക്കെ ഇട്ടുകൊണ്ട് അടിച്ചെടുത്ത് ഇതിലേക്ക് കൊണ്ടുവന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാൻ അത് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചിട്ടോ. ഐസ് ക്യൂബ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഐസ് ക്യൂബ് ഇപ്പോൾ അങ്ങനെ വെക്കലില്ല. അപ്പോൾ അത് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചു. ഇനി നമുക്ക് സ്നാക്സ് ഉണ്ടാക്കണം. അപ്പോൾ ഞാനിന്ന് കായ്പോളയാണ് ഇട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ 2-3 പഴം തൊലിയൊക്കെ കളഞ്ഞവിടെ വെച്ചിട്ടുണ്ട്. ഇനിയും അതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതാകുമ്പോൾ എളുപ്പമാണ് കേട്ടോ, അധികം ഓയിലൊന്നും വേണ്ടല്ലോ ഇതിനൊന്നും. പിന്നെ എപ്പോഴും ഇങ്ങനെ എണ്ണയിൽ മുക്കി പൊരിക്കണ പലഹാരങ്ങൾ തന്നെ ഉണ്ടാക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ട് തന്നെയാണല്ലേ. എപ്പോഴും ഇങ്ങനെ എണ്ണ വയറ്റിൽ ചെല്ലിയല്ലേ.
പിന്നെ മധുരമുള്ള പലഹാരങ്ങളോട് വലിയ താല്പര്യമൊന്നുമില്ല കുട്ടികൾക്കൊന്നും. അപ്പോൾ എന്തായാലും ഒന്ന് ഇത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. കായ്പോളൊക്കെ ആകുമ്പോൾ ഒരു കഴിക്കുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ പഴമൊക്കെ കട്ട് ചെയ്ത് വെച്ചു. പിന്നെ അവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഫ്രൈ ആയി വന്നിട്ട് നമുക്കത് ഇതൊന്ന് മാറ്റാം. എന്നിട്ട് പിന്നെ പഴം കട്ട് ചെയ്ത് വെച്ചതുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ അത് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഇതിൽ നിന്ന് മാറ്റി കൊടുക്കുക. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങ ചിരകിയതും കൂടെ ഒക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പഴം വാട്ടിയെടുക്കുമല്ലോ ആ ഒരു സമയത്ത് അതിൻ്റെ കൂടെ കുറച്ച് തേങ്ങ ചിരകിയതും കൂടെ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാൻ തേങ്ങ ചിരകിയതൊന്നും ചേർക്കണില്ല കേട്ടോ, പഴം മാത്രമേ ചേർക്കണുള്ളൂ. ഇത് ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ സമയം 6:10 കേട്ടോ. അപ്പോൾ ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട് സമയം. അപ്പോൾ തന്നെ ഇത് വേഗമില്ലെന്നൊന്നും അറിയൂല, എന്തായാലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഇതാ പഴമൊക്കെ ഞാൻ വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കാം. ഈ പാത്രത്തിൽ തന്നെ എന്ന് കഴിഞ്ഞാൽ ചൂടാറാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ വേറെ പാത്രത്തേക്ക് മാറ്റി കൊടുത്തിട്ട് ഒന്നിങ്ങനെ പരത്തി കൊടുക്കുക. നമുക്ക് സമയം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ, അല്ലെങ്കിൽ ആക്കം പോലെ ചൂടാറിയിട്ടൊക്കെ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഞാനിത് അതേപോലെ പിന്നെ ഒന്ന് പരത്തി കൊടുത്തിട്ടുണ്ട്. പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഫ്രൈ ചെയ്തതുണ്ടല്ലോ അതും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും ഒന്ന് ചൂടാറി വരട്ടെ. അപ്പോൾ തന്നെ നമുക്ക് വേറൊരു പരിപാടി ഉണ്ട് ഇവിടെ, അത് ചെയ്യുക. അപ്പോൾ ഞാനിതാ ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. 4 എണ്ണം വേണമെന്നില്ലേന് കേട്ടോ, ഒരു 3 മുട്ടയൊക്കെ മതി. നമ്മൾ കുറച്ചൊരു 2-3 പഴമല്ലേ എടുത്തിട്ടുള്ളൂ. പഴം കൂടുതൽ ചേർക്കുമ്പോൾ മുട്ടയും കൂടുതൽ ചേർക്കണം. അപ്പോൾ ഇതൊരു 3 മുട്ടൻ്റെ ആവശ്യമുള്ളേന് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 4 മുട്ട എടുത്തിട്ടുണ്ടേന്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാരയും തന്നെ കുറച്ച് ചേർത്താൽ മതി, മധുരം കൂടുതലാവും. പഴത്തിലും മധുരം ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതാ ഒരു 2 ഏലക്കായൻ്റെ കുരുവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പാലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലോണം ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ ഇതാ ഞാനിത് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ വേവിച്ച് വെച്ച പഴം ഉണ്ടല്ലോ, പഴവും അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ അല്ലേ നെയ്യിൽ വാട്ടിയെടുത്തത്, അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് ചൂടാറിയിട്ടുണ്ട് കേട്ടോ. നല്ലോണം അങ്ങോട്ട് തണുത്ത് വരുമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടാറി കിട്ടിയാൽ മതി. അപ്പോൾ അങ്ങനെ ഒന്ന് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുത്തൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഈ ഒരു പഴമൊക്കെ വാട്ടിയ ആ ഒരു പാൻ ഉണ്ടല്ലോ, പാത്രം ഉണ്ടല്ലോ, ആ ഒരു പാത്രത്തിൽ തന്നെയാണ് കേട്ടോ അത് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് ഞാൻ അടുപ്പത്ത് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൽ കുറച്ച് ഞാൻ പറഞ്ഞല്ലോ മുട്ടയും കുറച്ച് പാലൊക്കെ കുറച്ച് കൂടുതലായിക്കണം കേട്ടോ, അല്ലെങ്കിൽ ആ പഴം ഇങ്ങനെ മേലെ കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണ്. ഇതിപ്പോൾ എന്താ ബാറ്റർ കുറച്ച് അധികമായിപ്പോയി, പഴം കുറച്ച് കുറവായിപ്പോയി കേട്ടോ. അതുകൊണ്ടാണത് ഒരു എന്താ പറയുക മേലെ ഇങ്ങനെ നല്ലൊരു ഭംഗിയിൽ കാണാത്തത് കേട്ടോ. ഞാനത് അവിടെ അടച്ച് വെച്ച് പിന്നെ അതിൻ്റെ ആ ഒരു അടപ്പിൻ്റെ ഹോൾസ് ഉണ്ടല്ലോ അത് വെളുത്തുള്ളിയൊക്കെ വെച്ച് അടച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ചെറിയ തീയിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ പിസ്ത വെള്ളം ഉണ്ടല്ലോ അതൊന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് അതിക്ക് കുറച്ച് പിന്നെ കസ്കസ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ച് ഇനി അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ കടിക്കുമ്പോൾ പിന്നെ ഉറുമാമ്പഴമോ അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ആപ്പിള് അങ്ങനെയുള്ളതൊക്കെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പഴംപോള അടുപ്പത്താണ് കേട്ടോ, വെന്തിട്ടില്ല. ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട് സമയം. അപ്പോൾ ഞാൻ എന്താ ഗ്ലാസ്സൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഇന്നിപ്പോൾ നമുക്ക് ഫ്രൂട്ട്സ് ആയിട്ടുള്ളത് മഞ്ഞ വത്തക്കയുണ്ട്, ചുവപ്പ് വത്തക്കയുണ്ട്. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് ടേബിളിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ ഒരു വെപ്രാളം പിടിച്ച ദിവസേനും നമ്മൾ പുറത്ത് ജോലിക്കൊക്കെ പോകുമ്പോഴേ ജോലിക്ക് പോകലും പിന്നെ നമ്മൾ വീട്ടിൽ വന്നിട്ടുള്ള ഫുഡ് ഉണ്ടാക്കലൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ കുറച്ച് വൈകുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇന്ന് എന്തായാലും ബാങ്ക് കൊടുത്തിട്ടാട്ടോ നമ്മളെ സ്നാക്സൊക്കെ റെഡി ആയത്. പിന്നെ ഞങ്ങൾ നോമ്പൊക്കെ തുറന്നിട്ട് സാവധാനമാണ് കേട്ടോ പിന്നെ ഇത് കട്ട് ചെയ്തൊക്കെ കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ കായ്പോളൊക്കെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ ആ ഒരു അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ കടിക്കുമ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടേന്. പിന്നെ ഒരു മുട്ടൻ്റെ സ്മെല്ല് ഇഷ്ടമില്ലാത്തവർക്ക് പിന്നെ വാനില എസൻസ് ഉണ്ടെങ്കിൽ ഞാൻ ഏലക്കായ ചേർത്ത് കൊടുത്തല്ലോ ആ ഒരു സമയത്ത് പിന്നെ വാനില എസൻസ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു മുട്ടൻ്റെ ഫ്ലേവർ അങ്ങനെ മുന്നിട്ട് നിൽക്കില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളെ നോമ്പുതുറ വിഭവങ്ങൾ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഞാൻ അവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനോ ഫാമിലിക്കൊക്കെ നമ്മളെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ല അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.